ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനത് മുന്നിലായിട്ട് ചെറിയൊരു കയറ്റത്താണ് വാഹനവുമായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു കയറ്റത്താണ് വണ്ടി മുന്നോട്ടെടുത്ത് പഠിക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സ്ത്രീകൾ പലപ്പോഴും വാഹനം കയറ്റത്ത് മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു കയറ്റത്ത് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വണ്ടി ശകലം പോലും പുറകോട്ട് ഉരുണ്ടു പോകാതെ മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എനിക്ക് കൃത്യമായിട്ടും അറിയാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനത് മുന്നിലായിട്ട് ചെറിയൊരു കയറ്റത്താണ് വാഹനവുമായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു കയറ്റത്താണ് വണ്ടി മുന്നോട്ടെടുത്ത് പഠിക്കാൻ പോകുന്നത്. സ്ത്രീകളായ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് പറയാം. അതായത് നിങ്ങൾ വാഹനം ഒരു കയറ്റത്ത് മുന്നോട്ടെടുക്കുമ്പോൾ, അതായത് നിങ്ങൾ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്ന അവസരങ്ങളിൽ ഒരുപാട് കനമുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാതിരിക്കുക. തുടക്കക്കാർ നിങ്ങൾ മാക്സിമം കനം കുറഞ്ഞ ചെരുപ്പുകൾ ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ഹീല് പോലെയുള്ള അല്ലെങ്കിൽ കനം കൂടിയ ചെരുപ്പുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അവസരങ്ങളിൽ ചെരുപ്പിന്റെ കനം കൂടെ ഈ ബ്രേക്ക് പെഡലിലും ക്ലച്ചിലും ആക്സിലറേറ്ററിലും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാഹനം കൃത്യമായിട്ടും കൺട്രോൾ ചെയ്യാൻ, അതായത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം കനം കുറഞ്ഞ ചെരുപ്പുകൾ ഇട്ട് വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ നമ്മൾ വാഹനം ഓടിച്ച് ഒരുവിധം ഒന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം കനം കൂടിയ ചെരുപ്പുകളൊക്കെ ഇട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്തോളൂ. വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ തുടക്കക്കാർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൃത്യമായിട്ട് കയറ്റത്ത് കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു വിധം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ട് മെത്തേഡ് പറയാം. ഒന്ന്, നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരു വാഹനം കയറ്റത്ത് മുന്നോട്ട് എടുക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് ഒരുവിധം പ്രാക്ടീസ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്കിന്റെ സഹായമില്ലാതെ നോർമലായിട്ട് വാഹനം മുന്നോട്ടെടുക്കുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങളുടെ കാല് ഇത് ഇത്തരത്തിൽ ബ്രേക്കേ വെക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടുക. ഇപ്പോൾ ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കണം. നിങ്ങൾ നോക്കുക, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഇനി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ, ഓൾറെഡി നമ്മളുടെ വാഹനം ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നത്. ഇനി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബ്രേക്കിൽ ഇത്തരത്തിൽ തന്നെ കാല് വെച്ചേക്കുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് ഏറ്റവും പതുക്കെ കാലയക്കുക. ഇതേ നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഇപ്പോൾ വാഹനം ഏകദേശം മുന്നോട്ട് പോകുന്ന ആ ഒരു വൈബ്രേഷൻ ലെവൽ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലിതേ പൂർണ്ണമായിട്ടും എടുത്ത് ആക്സിലറേറ്ററിൽ വെച്ചേക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടത് കൊണ്ട് തന്നെ വാഹനം ഒരു തരത്തിലും ബാക്കിലേക്ക് ഉരുണ്ടു പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടും ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം, ആക്സിലറേറ്ററിൽ ഇത്തരത്തിൽ കാല് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുറച്ച് ആക്സിലറേറ്റർ കൊടുക്കുക. ഹാഫ് ഒന്നും കൊടുക്കേണ്ട, ഒരു ലൈറ്റായിട്ട് ഒരു ശകലം ആക്സിലറേറ്റർ കൊടുക്കുക. അതിനുശേഷം മെല്ലെ വീണ്ടും നിങ്ങൾ ആ ഒരു ഹാഫ് ക്ലച്ച് കണ്ടില്ലേ, ആ ഒരു ക്ലച്ചിൽ നിന്ന് തന്നെ പതുക്കെ കാലയക്കുക. കാല് നിങ്ങൾ മെല്ലെ അയക്കുക. അപ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതീതി വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ നോക്കുക, വാഹനം മെല്ലെ കയറ്റത്ത് മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ തുടക്കത്തിൽ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കയറ്റത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കയറ്റത്ത് വാഹനം കയറി പോകുന്നു. ഇനി നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ എങ്ങനെയാണ് ഒരു വാഹനം കയറ്റത്തെടുക്കേണ്ടത്? നിങ്ങൾ ആദ്യം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം കോൺഫിഡൻ്റ് ആയതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ട് ബ്രേക്കിൽ കാല് വെച്ചേക്കുക. ഒരു പോയിന്റ് പോലും ബ്രേക്കിൽ നിന്ന് നിങ്ങൾ തുടക്കത്തിൽ കാലയക്കാൻ പാടില്ല. കാരണം നമ്മൾ ഹാൻഡ് ബ്രേക്കിന്റെ സഹായമില്ലാതെ വണ്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലയച്ചാൽ വാഹനം ബാക്കിലേക്ക് ഉരുണ്ടുപോകും. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ബ്രേക്ക് അമർത്തുക. ശേഷം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെല്ലെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനം മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു പൊസിഷൻ. അത് ഓൾറെഡി ഒരു കയറ്റം നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങൾ നോക്കുക, ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു.
ഇപ്പോൾ വാഹനം ഏകദേശം ഒരു വൈബ്രേഷൻ ലെവലിൽ ഹാഫ് ക്ലച്ചിൽ വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൽ ഈ ഒരു രീതിയിൽ തന്നെ ഇടത്തെ കാല് നിങ്ങൾ ക്ലച്ചിൽ വെച്ചേക്കുക. കാല് കൂടുതലായിട്ട് താഴോട്ട് താത്തി കൊടുക്കരുത്. കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ കാല് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് പതിയെ നിങ്ങളൊന്ന് കാലയച്ച് നോക്കുക, വാഹനം ബാക്കിലേക്ക് ഉരുണ്ടു പോകുന്നുണ്ടോ എന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് ഞാൻ കാലയച്ചപ്പോൾ വാഹനം മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ വാഹനം ബ്രേക്കില്ലാതെ കയറ്റത്ത് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. അതായത് ആക്സിലറേറ്റർ ചെറുതായിട്ട് മുന്നോട്ട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. നിങ്ങളിപ്പോൾ നോക്കുക, വാഹനം ഈ ഒരു കയറ്റത്ത് നമ്മളിതേ വളരെ സുഗമമായിട്ട് തന്നെ മുന്നോട്ടെടുത്തു. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ബിഗിനേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങൾ ഒരുപാട് കനം കൂടിയ ചെരുപ്പുകളൊക്കെ ഇടാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കനം കുറഞ്ഞ ചെരുപ്പുകൾ ഇട്ട് ആദ്യം വാഹനം ഓടിച്ചെന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുവിധം എക്സ്പീരിയൻസ് ആയി ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും നിങ്ങളുടെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ചെരുപ്പ് യൂസ് ചെയ്ത് വാഹനം ഓടിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തെ ചിരിച്ചു തള്ളരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.